നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന നേട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആഴക്കടലിൽ ദൗത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഇനി സഹായം മിനിറ്റുകൾക്കുള്ളിൽ ആകാശത്തു നിന്നും എത്തും. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ADC 150 അഥവാ എയർ ഡ്രോപ്പബിൾ കണ്ടെയ്നർ 150 എന്ന സംവിധാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് ഗോവ തീരത്ത് വെച്ച് P-8I വിമാനത്തിൽ നിന്ന് ഇതിൻ്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. എന്താണ് ഈ ADC 150? ഇതൊരു സാധാരണ ബോക്സ് അല്ല. വിമാനത്തിൽ നിന്ന് പാരച്യൂട്ട് വഴി താഴേക്ക് ഇടാൻ കഴിയുന്ന അത്യാധുനികമായ ഒരു കണ്ടെയ്നറാണിത്. ഇതിന് 150 കിലോഗ്രാം ഭാരമുള്ള സാധനങ്ങൾ വഹിക്കാനുള്ള ശേഷിയുണ്ട്. DRDOയുടെ കീഴിലുള്ള ലാബോറട്ടറികളും NSDLും ചേർന്നാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. കപ്പലുകൾക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ, മെഡിക്കൽ കിറ്റുകൾ അല്ലെങ്കിൽ അടിയന്തര സഹായങ്ങളിൽ വേണ്ട മറ്റ് ഉപകരണങ്ങൾ എന്നിവ ഇതിൽ സുരക്ഷിതമായി സൂക്ഷിക്കാം. കടലിൻ്റെ നടുവിൽ തീരത്തുനിന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾ അകലെ ഒരു കപ്പൽ തകരാറിലാകുന്നു എന്ന് കരുതുക. അല്ലെങ്കിൽ അവിടെ ഒരാൾക്ക് അടിയന്തര ചികിത്സ ആവശ്യമായി വരുന്നു എന്ന് കരുതുക. സാധാരണഗതിയിൽ മറ്റൊരു കപ്പൽ അവിടെ എത്താൻ ദിവസങ്ങൾ എടുത്തേക്കാം. എന്നാൽ ADC 150 വരുന്നതോടെ ചിത്രം മാറുന്നു. നേവിയുടെ ദീർഘദൂര നിരീക്ഷണ വിമാനമായ P-8Iയിൽ ഈ കണ്ടെയ്നർ ഘടിപ്പിക്കാം. മിനിറ്റുകൾക്കുള്ളിൽ വിമാനം കപ്പലിന് മുകളിലെത്തുകയും കൃത്യമായ സ്ഥാനത്ത് ഈ കണ്ടെയ്നർ താഴെയിടുകയും ചെയ്യും. ഇതൊരു മേക്ക് ഇൻ ഇന്ത്യ അഭിമാന പദ്ധതിയാണ്. വിമാനത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ പാരച്യൂട്ടിൻ്റെ സഹായത്തോടെ ഇത് കടൽ ഉപരിതലത്തിലേക്ക് ഇറങ്ങും. GPS സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കപ്പലിന് ഏറ്റവും അടുത്തായി ഇത് എത്തിക്കാൻ സാധിക്കും. പരീക്ഷണം നടന്നപ്പോൾ 150 കിലോ ലോഡുമായി വളരെ കൃത്യതയോടെയാണ് ഇത് കടലിൽ പതിച്ചത്. ഇത് നാവികസേനയുടെ ലോജിസ്റ്റിക് ശേഷി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. നീലക്കടലിലെ ഇന്ത്യയുടെ കാവൽക്കാർക്ക് ഇതൊരു വലിയ കരുത്താണ്. അറ്റകുറ്റപ്പണികൾക്കായി കപ്പലുകൾ തീരത്തേക്ക് മടങ്ങിവരുന്നത് ഒഴിവാക്കാനും ദൗത്യങ്ങൾ തടസ്സമില്ലാതെ തുടരാനും ഇത് സഹായിക്കും. പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ യാത്രയിലെ മറ്റൊരു നാഴികക്കല്ല് കൂടിയാണിത്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.